മാന്യതയില്ലാത്ത നിങ്ങളാണോ സന്യാസി? ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രഭ എന്നാണ് അയ്യപ്പന്റെ ഭാര്യയുടെ പേര്. ചിന്തിച്ചത് കാവിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി സംസാരിക്കാം. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എല്ലാ ഐതിഹ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയാണ്. ശരി, അയച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ അയ്യപ്പന്റെ ബ്രഹ്മചര്യം അതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ വിരോധമോ കാര്യങ്ങളോ ഒന്നും കാണില്ല. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? കാവിയിട്ട് കള്ളം പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? എന്തുവാ? സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും, വേണ്ടി വന്നാലേ. ഈശ്വര തന്ത്ര സമുച്ചയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിലും അയ്യപ്പന് ഭാര്യയുണ്ട്. എനിക്കറിയില്ല. എന്റെ അടുത്ത് വേലയും പറയണൊന്നും വേണ്ട, നിനക്കറിയില്ലല്ലേ. ശാസ്താവിന്റെ ഇവര് അയ്യപ്പന്റെ എടുത്താലും ശാസ്താവിന്റെ എടുത്താലും പൂർണ്ണ എന്നും പുഷ്കല എന്നുമാണ്. നിങ്ങൾക്ക് പുസ്തകം നമ്മൾ തരാലോ. യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാ അവൻ വാദിച്ച് ജയിക്കാൻ. പുസ്തകം വേണമെങ്കിൽ ഇത് കാണിപ്പയ്യൂര് തിരുമേനി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്. സമ്മതിക്കില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ശാസ്ത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണ്ട, വഷളാക്കണ്ട. ഈ 11 ധ്യാന ശ്ലോകങ്ങളില് 3 ധ്യാന ശ്ലോകങ്ങളിൽ ശാസ്താവിന്റെ ഭാര്യമാരെ കുറിച്ച് പരാമർശമുണ്ട്. ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടിത്തൂക്കിട്ടാ നീ താനെ പറയും. അറിയപ്പെടുന്ന BJP നേതാവ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, BJPക്കാർ ഹൈന്ദവ തത്വചിന്ത കൊണ്ടു നടക്കുന്ന ആളുകളാണല്ലോ, അദ്ദേഹം അടക്കം അനുകൂലിച്ചാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളാണിത്. ഇതെങ്ങനെയാണ് തെറ്റാകുന്നത്? സത്യം പറഞ്ഞ എന്റെ പൊന്നു പിള്ളേച്ച, എനിക്കിത് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് പോയിപ്പോകുന്നതല്ല. ദൈവം അതിനേക്കാളൊക്കെ മുകളിലാണ്. നീ പൊയ്ക്കോ. What is love? Baby, don't hurt me.